ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂയം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളാണ്. ആദ്യമായെന്ന് പറഞ്ഞോട്ടെ, ഇത് പൂയം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ പൂയം നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് ജൂൺ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ നില ഗുണകരമായിട്ട് കാണുന്നുണ്ട്. കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന പൂയം നക്ഷത്രക്കാർക്ക് കൃഷിയിൽ നിന്ന് ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുഴപ്പമില്ലാതെ കൃഷിയിൽ നിന്ന് ഒരു വരുമാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മറ്റുള്ളവർക്ക് അനിഷ്ടമുണ്ടാക്കുന്ന സംസാര രീതി നിങ്ങളൊന്ന് ഒഴിവാക്കേണ്ട സമയമാണ് ഈ ജൂൺ മാസം. അല്ലെങ്കിൽ നിങ്ങൾ ശത്രുക്കളെ ഉണ്ടാക്കി വെക്കുന്നതാണ്. സ്വജനങ്ങളൊക്കെ നിങ്ങളോട് നീരസമായിട്ട് പെരുമാറുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ മാസത്തിൽ. നിങ്ങൾ അനാവശ്യമായ അഭിപ്രായങ്ങളൊക്കെ, അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടതാണ്. അത് ഗൃഹാന്തരീക്ഷത്തെ ദോഷകരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ യാത്രാവേളകളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഭഗവാനെ ധ്യാനിച്ചിട്ട്, കൃഷ്ണഭഗവാനെ ധ്യാനിച്ചിട്ട് മാത്രം യാത്രകൾ തുടങ്ങുക. സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വിനാശമായിട്ട് മാറുക, അല്ലെങ്കിൽ വിനയായിട്ട് മാറുന്ന ഒരു സമയം കൂടിയാണ്. വിനാശമായിട്ട് കലാശിക്കുന്നൊരു സമയമാണ്. സാമ്പത്തികമായിട്ട് കാലം വളരെ അനുകൂലമാണ്. ധനപരമായിട്ടൊക്കെ ഗുണകരമായ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. അനിയന്ത്രിതമായിട്ടുള്ള അക്ഷോഭം പല വിപത്തുകൾക്കും വഴിയൊരുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ കലിതുള്ളുന്ന സാഹചര്യമൊക്കെ വരും. ആ സമയത്ത് സ്വയം നിയന്ത്രിക്കേണ്ട സംഗതികൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ സ്വയം നിയന്ത്രിക്കുക, മനസ്സിനെ സ്വയം നിയന്ത്രിക്കുക, കോപത്തെ മറികടക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവുമെങ്കിലും അധ്വാനഭാരം കൂടുന്നൊരു സമയമാണ്. കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരും, ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ ഉറ്റ സുഹൃത്തുക്കളുമായിട്ട് അകലേണ്ടതായിട്ടൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. മാതാപിതാക്കളുടെ രോഗചിന്ത മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ആരോഗ്യം അത്ര നല്ലതല്ല. രോഗം മൂർച്ഛിക്കാനുള്ള, ഇപ്പം നിലവിലുള്ളവർക്ക് മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. കൃഷി, കച്ചവടം തുടങ്ങിയവയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണ് ഈ സമയത്ത്. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലം വളരെ അനുകൂലമാണ്. ഉത്തമമായ സമയമാണ്. നിങ്ങൾക്ക് വാഹനം വാങ്ങാനോ മാറ്റി വാങ്ങാനോ ഒക്കെ സാധിക്കുന്നതാണ്. അതിനുള്ള സമയമാണ്. സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങൾ പണം ചിലവഴിക്കുന്നതാണ്. പക്ഷേ അവിടുന്ന് ഗുണകരമായ ഇതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഭാര്യയുടെ സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരാനുള്ള, കുടുംബ സ്വത്തൊക്കെ കൈവശം വന്ന് ചേരാനുള്ള സാഹചര്യമുണ്ട്. കർമ്മരംഗത്ത് സ്ഥായിയായ ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും. ഗുണകരമായിട്ടായിരിക്കും മാറുന്നത്. പക്ഷെ അധ്വാനഭാരം കൂടും. തൊഴിൽ മാറ്റം അനുകൂലമായ സമയമാണ്. നിങ്ങൾക്ക് പ്രമോഷനോടുകൂടി സ്ഥലം മാറ്റം കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. നിങ്ങൾക്ക് അനുഭവബലം കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ ഗുണാനുഭവങ്ങളുടെ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സമയമാണ്. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഫലപ്രദമാകാൻ സാധിക്കുന്ന സമയമാണ്. നിങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പലതും നിറവേറ്റാൻ സാധിക്കുന്ന സമയമാണ്. പൊതുവെ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പൊതുവെ ഗുണാനുഭവങ്ങൾ, പ്രത്യേകിച്ച് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങളുള്ള സമയമാണ്. മനസ്സിന് സന്തോഷം തരുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ജോലിയിൽ മാറ്റം വന്നിട്ട് സ്വകുടുംബത്തോടൊക്കെ താമസിക്കാൻ പറ്റുന്ന സമയമാണ്. പക്ഷേ എന്നാൽ നിങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യം അത് നിയന്ത്രിക്കേണ്ടതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രം ദർശിക്കേണ്ട അത്യാവശ്യമാണ്. ബുധനാഴ്ചകളിൽ നിങ്ങളുടെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് ബുധനാഴ്ചകളിൽ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, ഭഗവാന് തുളസിമാല കൊടുക്കുക, വെണ്ണ നിവേദ്യം കൊടുക്കുക, തൃക്കൈ വെണ്ണ കൊടുക്കുക, പാലഭിഷേകം നടത്തുകയൊക്കെ ചെയ്യുന്നത് ഉത്തമമാണ്. അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രം ദർശിച്ച് ഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രം ദർശിച്ചിട്ട് അവിടെ ബുധനാഴ്ച ബുധഗ്രഹത്തിന് പൂജകൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ അന്നദാനം, ബുധനാഴ്ചകളിൽ അന്നദാനം നടത്തുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷം ഒരുവിധം മാറിക്കിട്ടുന്നതാണ്.
വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.